ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോളിയസ് പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെയാണ്. അപ്പോൾ കോളിയസ് പ്ലാന്റ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ണാടിച്ചെടി എന്നും മാസം മാറിയും എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയും കളർഫുള്ളായിട്ടുള്ള ഡിസൈൻസും ഒക്കെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് ആകർഷണീയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ പൂക്കളില്ലെങ്കിൽ പോലും കോളിയസ് ചെടികളുണ്ടെങ്കിൽ വളരെ കളർഫുള്ളായിട്ട് നമ്മുടെ ഗാർഡൻ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോളിയസിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. കോളിയസ് പ്ലാന്റ് ഒരു പെരിനിയൽ പ്ലാന്റ് ആണ്. ഒരു വർഷം കൊണ്ടൊക്കെ നശിച്ചു പോകുന്ന തരം സാധാരണ ഒരു ചെടി. അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ വേറെ വേറെ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് വർഷത്തിലുടനീളം ചെടി ഉണ്ടായിരിക്കുകയും ചെയ്യും. ഭംഗിയോടുകൂടി നമ്മുടെ ഗാർഡൻ നിൽക്കും. അപ്പോൾ അതിന് വേണ്ട കെയറുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിയസ് പ്ലാന്റിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വെള്ളം ആവശ്യമുള്ള ചെടിയാണ് കോളിയസ്. പക്ഷേ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ മണലോ അല്ലെങ്കിൽ ഇളക്കമുള്ള മണ്ണോ ഒക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ തണ്ടുകൾ ചീഞ്ഞ് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവാം, മഴക്കാലത്ത് ഈ ചെടി എങ്ങനെ സംരക്ഷിക്കുമെന്ന്. മഴയത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം എന്ന് മാത്രം. അതായത് നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തും ഈ ചെടി നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ചെടിയുടെ ഇലയുടെ അറ്റൊക്കെ ചുരുണ്ട് ഉണങ്ങി നശിച്ചു പോവും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ അതിനാവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ സൺലൈറ്റിനെ പറ്റി നോക്കാം. നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാണ് കോളിയസ് പ്ലാന്റ്. വെയിലത്ത് വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആ കളറിനുള്ള ഭംഗി, ആ ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുള്ളൂ. തണലത്ത് വെക്കുന്ന ചെടികൾക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ കളറ് അങ്ങനെ തന്നെ കിട്ടില്ല. അപ്പോൾ വെയിലും ആവശ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ വെയിൽ അധികമായി വെള്ളം കുറയുകയാണെങ്കിൽ ചെടിയുടെ അറ്റമൊക്കെ ചുരുണ്ട് ഒരു ഉണങ്ങിയ പോലെയായി ചെടി നശിച്ചു പോകും. ഇനി പ്രൂണിങ്ങിനെ പറ്റി നോക്കാം. നമ്മൾ കോളിയസ് ചെടി ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ചട്ടി നിറയെ അല്ലെങ്കിൽ നിലത്ത് വെക്കുകയാണെങ്കിൽ പോലും bushy ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിന് കണ്ടില്ലേ, ഈ ലോങ് സ്റ്റെം കണ്ടില്ലേ, മറ്റ് സ്റ്റെമ്മിനേക്കാളൊക്കെ ഹൈറ്റിൽ പോയിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ബ്രാഞ്ചിൻ്റെ അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയ ചെറിയ മുകുളങ്ങളൊക്കെ ആയിട്ട് വന്നോളും. അപ്പോൾ ഇതിലൊരു ചെറിയ ഒരു മുകുളം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ നടുഭാഗത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ആ പോർഷൻ നമുക്ക് വേറെ ചെടി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ പ്രൊപ്പഗേഷൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ സ്റ്റെം കട്ട് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രൊപ്പഗേറ്റിംഗ് മെത്തേഡ്. അത് നമുക്ക് ഒരു അത്യാവശ്യം മെച്ചുറായ സ്റ്റെം കട്ട് ചെയ്ത് വെക്കാം. ഇതിലാണെങ്കിൽ കുറച്ച് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെടിയിൽ അടിഭാഗത്ത് വേറെ ബ്രാഞ്ചും വരും. ആ മുകളിലുള്ള ഭാഗം നമുക്ക് വേറെ നട്ടു കൊടുക്കാനും പറ്റും. പിന്നെ പ്രൊപ്പഗേഷൻ്റെ വേറൊരു മെത്തേഡ് ചെറിയ തൈകളാണ്. അത് കുറച്ച് മെച്ചുറായ പ്ലാന്റിൻ്റെ അടിയിൽ തന്നെ മുളച്ച് വരുന്നതാണ്. ഈ ചെടിക്കൊരു നീളത്തിൽ കതിര് പോലത്തെ ഒരു പൂവുണ്ട്. ആ പൂവിലെ വിത്ത് വീണിട്ട് മുളച്ച് വരുന്നതാണ് ഇങ്ങനത്തെ കുഞ്ഞു തൈകൾ. ഈ പ്രൊപ്പഗേഷൻ മെത്തേഡ് അത്ര കോമൺ അല്ല. നമ്മൾ സാധാരണ സ്റ്റെം കട്ട് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ രീതി. വളങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അധികം വളമൊന്നും ആവശ്യമില്ല. നമ്മൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഉണങ്ങിയ ചാണകപ്പൊടി, അല്ലെങ്കിൽ ചായച്ചണ്ടി കഴുകി ഉണക്കിയത് ഇട്ട് കൊടുത്താലും ഇലച്ചെടികൾക്ക് വളരെ നല്ലൊരു വളമാണ്. അപ്പോൾ കോളിയസ് പ്ലാന്റിൻ്റെ പരിചരണം ഇത്രയൊക്കെ ഉള്ളൂ. വളരെ എളുപ്പമാണ് നട്ട് വളർത്താനും പുതിയ ചെടികൾ ഉണ്ടാക്കാനും ഒക്കെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും കോളിയസ് പ്ലാന്റൊക്കെ ഗാർഡനിൽ നട്ട് വളർത്തുക. നല്ല കളർഫുള്ളാവും നമ്മുടെ ഗാർഡൻ. ബോർഡറായിട്ടൊക്കെ വയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് കാണാം.